തമിഴ്നാട്ടിൽ എൻ.ഡി.എക്ക് മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള ഉം. ഒരു രാഷ്ട്രീയ നിരീക്ഷണം ഉം. ആൾക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഉം. കേരളത്തിലുണ്ടാകുന്ന ബി.ജെ.പി മുന്നേറ്റം പോലെ അല്ല തമിഴ്നാട്ടിൽ ഒരിക്കലും സംഭവിക്കില്ല. അസാധ്യമാണ്. കേരളം പോലും പിന്നെ സാധിച്ചേക്കും. ഉം. തമിഴ്നാട്ടിൽ അസാധ്യമാണെന്ന് അവർ പറയുന്നു. അതെങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തമിഴ്നാട്ടിൽ ബി.ജെ.പി എൻ.ഡി.എ വരില്ലേ? അല്ല, തമിഴ്നാട്ടിൽ അസാധ്യമൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ കേരളത്തിൽ ഇവിടുത്തെ രണ്ട് മുന്നണികളുണ്ട്. അതെ. ഈ രണ്ട് മുന്നണിയും ലീഡ് ചെയ്യുന്നത് ഒന്ന് കോൺഗ്രസ്സാണ്, മറ്റേ CPM ആണ്. അതെ. അപ്പോൾ ഇവയ്ക്കൊപ്പം കുറേ പാർട്ടികളുണ്ട്. BJP മൂന്നാമതായിട്ടാണ് നിൽക്കുന്നത്. BJPക്ക് സ്വന്തം നിലയ്ക്ക് 15-20% വരെ വോട്ട് ഉണ്ട്. അത് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അപ്പം ഇതിലേതെങ്കിലും മുന്നണിക്കകത്താണ് BJP. ആ മുന്നണി ഉറപ്പായിട്ട് കേരളത്തിൽ അധികാരത്തിൽ വരും. അങ്ങനെയല്ല ഇവിടെ. സിസ്റ്റം ഇത്തിരി വ്യത്യാസമാണ്. മൂന്നാം മുന്നണി പോലെ ഇവിടെ നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു മൂന്നാം മുന്നണി സെറ്റപ്പ് ഇല്ല. മൂന്നാം മുന്നണി പോലെ ഒരു വിജയ് വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം വിജയിന് എത്ര വോട്ട് കിട്ടും എന്ന് ചോദിച്ചാൽ വിജയിന് 10% താഴെ വോട്ട് കിട്ടാൻ പോകുള്ളൂ. ഇതാണ് അവിടെ സംഭവിക്കുക. അവിടെ രണ്ട് പ്രബല രാഷ്ട്രീയ പാർട്ടികളൊന്ന് DMK മറ്റേ ADMK. ഇവർ മാറി മാറി ഭരിക്കുകയാണ്. ഇതിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നത്? DMKയുടെ ഒപ്പമാണ്. BJP എവിടെയാണ്? ADMKയുടെ ഒപ്പമാണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിലേതെങ്കിലും ഒരു മുന്നണിക്ക് അധികാരത്തിൽ വരാൻ പറ്റും. തമിഴ്നാട്ടിൽ രീതി അതാണ്. ചില സമയത്ത് 1-2 ടൈംസ് കണ്ടിന്യൂസ് ഭരിക്കും, ചിലപ്പം മാറി മാറി ഭരിക്കും. കേരളത്തിലുള്ള പോലെയൊക്കെ തന്നെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്. പിന്നെ ജയലളിതയുടെ കാലത്ത് കണ്ടിന്യൂസ്ലി ഭരിച്ചു. പിന്നീട് അധികാരത്തിൽ ഇറങ്ങി. കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എടപ്പാടിക്ക് തുടരാമായിരുന്നു. അത്ര ശ്രദ്ധിക്കാൻ പോയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നുകിൽ അമിത ആത്മവിശ്വാസത്തിലായിരുന്നു, അല്ലെങ്കിൽ ഒരു ടൈം പോകണമെങ്കിൽ പോട്ടെ, സാരമില്ല എന്ന് വെച്ച് കാണും. പക്ഷേ 2 ടൈം പോയി. ഇത്തവണ ഉണ്ടാകാൻ പോണത് ഇവർ കൃത്യമായിട്ട് വിജയിക്കുന്നുള്ളതാണ്. ADMK വിജയിക്കും. അതിനുള്ള മാറ്റങ്ങളായി. ഒന്നാമത്തെ കാര്യം, അവിടെ ജനങ്ങൾക്കിടെ മാറ്റമുണ്ട്. ഭരണവിരുദ്ധ വികാരം ശരിക്കുണ്ട്. സ്റ്റാലിനെതിരെ പല തരത്തിൽ പല രീതിയിൽ വിരുദ്ധ വികാരമുണ്ട്. പിന്നെ എങ്കിൽ പോലും എല്ലാ ഭരണവിരുദ്ധ വികാരം ഉള്ളപ്പോഴും നമുക്ക് ചില സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കണം. ആ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് തുല്യ ശക്തികളാണ് DMK ADMK. ഒരു 30-35% വോട്ട് രണ്ടുപേർക്കുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നൊരു 70% വോട്ട് ഷെയർ മാറ്റിയിരിക്കുന്നു. BJPക്കുള്ളൊരു 11% വോട്ടാണ്. അല്പം കൂടി വർദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ അവിടെ വേറൊരു പാർട്ടി, തിരുമാവളകൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കീഴിലുള്ള പാർട്ടി, അതിൻ്റെ ഒരു 5-7% വോട്ട് അവിടെയുണ്ട്. പിന്നെ പാട്ടാളി മക്കൾ കച്ചി PMK, അവർക്കുണ്ട് 5%. പ്രധാനമായിട്ട് വണ്ണിയർ സമുദായമാണ് അവരുടെ. ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇതിനിടയ്ക്കാണ് ഒരു TVKയുടെ ഉദയം, വിജയിൻ്റേത്. അപ്പോൾ ഈ 30%-നും BJPയുടെ കയ്യിലുള്ള ഒരു ഇതിനും വെളിയിൽ ഉള്ള വോട്ടുകൾ, അതാണ് പ്രധാനമായിട്ടും വിജയൻ്റെ പാർട്ടിയിലേക്ക് വരുന്നത്. അതേസമയം ഈ പറഞ്ഞ 30-70%, 30-70%-ന് വെളിയിലുള്ള വോട്ടുകളാണ് പ്രധാനമായിട്ട്. ആ 70% അകത്തുനിന്നും കുറച്ച് വോട്ട് ഇയാൾ വിജയ് പിടിക്കാൻ ശ്രമിക്കുന്നു. സമീപകാല സർവേകൾ സൂചിപ്പിക്കുന്നത്, ഒരു സർവേയിൽ DMK മുന്നിൽ, ADMK അതിന് പിന്നിൽ, വലിയ പുറകില്ലാണ്ട് വിജയം ഉണ്ടായിരുന്നു. പിന്നുള്ള സർവേകൾ വന്നപ്പോഴും വിജയിൻ്റെ ഒരു ജനകീയ പിന്തുണ കുറഞ്ഞു വരുന്നു. പക്ഷേ ADMKയുടെ കൂടിക്കൂടി വരുന്നു. അങ്ങനെ വന്നിപ്പോൾ ADMK ഭരണത്തിലേക്ക് എത്താൻ പാകത്തിനാകുന്നു എന്നുള്ള അവസ്ഥ വരുവാണ്. അതിന് ADMKയ്ക്ക് സഹായമാകുന്ന ഘടകങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, BJP കൂടെയുണ്ട്. പാട്ടാളി മക്കൾ കച്ചി ഇപ്പോൾ 2ആയിട്ട് ആണ് നിൽക്കുന്നത്. അതിലൊരു വിഭാഗം കൂടെയുണ്ട്, പ്രബല വിഭാഗം തന്നെ കൂടെയുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ പാകത്തിനുള്ള പലതും, അതായത് തമിഴ്നാടിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ ജയിക്കണമെങ്കിൽ പാട്ടാളി മക്കൾ കച്ചി പോലുള്ളൊരു രാഷ്ട്രീയ കക്ഷി വേണം. BJP സ്കാറ്റേഡായിട്ടാണ് കിടക്കുന്നത്. പ്രധാനമായിട്ടും കേരള തമിഴ്നാട് അതിർത്തികൾ ചേർന്നുള്ള ചില സ്ഥലങ്ങൾ, കോയമ്പത്തൂർ, അതുപോലെ തന്നെ കന്യാകുമാരി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ BJP വളരെ ശക്തമാണ്. അത്തരം പ്രദേശങ്ങളിലെ അതിർത്തി മേഖല, തെക്കൻ മേഖല, ഇവിടെയൊക്കെ ADMKയ്ക്ക് വിജയം കൊടുക്കാൻ BJPയുടെ സഖ്യം സഹായിക്കും. ADMKയുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് കോയമ്പത്തൂരും പരിസര ജില്ലകളും, കൊങ്കുനാടെന്ന് പാരമ്പര്യത്തിൽ അറിയപ്പെട്ടിരുന്നൊരു മേഖല, മധുരയുടെ പരിസര പ്രദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. DMKയ്ക്ക് പ്രധാനമായിട്ടും വടക്കൻ തമിഴ്നാട്, പക്ഷേ മധ്യനാട്ടിലും തെക്കൻ തമിഴ്നാട്ടിലും അവർക്ക് പ്രാതിനിധ്യങ്ങളുണ്ട്. ഇത് മാറിയും മറിഞ്ഞും വരും. അതുപോലെയാണ്. എങ്കിലും പണ്ടൊക്കെയുള്ള ഇലക്ഷൻസിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കരുണാനിധിയൊക്കെ ഉള്ള കാലത്ത് ഒരു 10-30 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി, അതായത് ഒരു പക്ഷത്ത് ഒരു MLA ജയിക്കുള്ളൂ, മറുപക്ഷത്ത് വാദമൊഴിച്ച് ബാക്കി എല്ലാവരും ജയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു തവണ ADMKയുടെ ജയലളിതയുള്ള മുഴുവൻ പേരും തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ ഇത് സംഭവിക്കണമെങ്കിൽ 5% ഷിഫ്റ്റ് മതി.
തമിഴ്നാടിൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ 5% ഷിഫ്റ്റ് ഉണ്ടായാൽ ഇത് സംഭവിക്കും. കാരണം വലിയ ജനസംഖ്യയാണ്. വലിയ ജനസംഖ്യ അല്ല, എന്താണെന്ന് വെച്ചാൽ മുന്നണി തമ്മിൽ വലിയ വോട്ട് വ്യത്യാസമില്ല. ചെറിയൊരു ഇത് പെർസെൻറ്റേജ് തന്നെ ജയവും പരാജയവും നിശ്ചയിക്കും. അല്പോടെ വലുതാണെങ്കിലും ലാൻഡ് സ്ലൈഡ് ആവും, ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് തോറ്റു പോകണ വിധത്തിൽ. അപ്പോൾ ഇതിനൊക്കെ ചില പെർസെൻറ്റേജ് ഡിഫറൻസുകൾ മാത്രമേ ആവശ്യമുള്ളൂ. കഴിഞ്ഞ 2 ലോക്സഭാ ഇലക്ഷൻസിലും DMK മുന്നണി വമ്പൻ വിജയം നേടിയത്. എന്നാൽ നിയമസഭാ ഇലക്ഷൻ നോക്കൂ, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അതിന് പ്രൊപ്പോർഷനായിട്ടല്ല, ലോക്സഭയുടെ പ്രൊപ്പോർഷനായിട്ടല്ല നിയമസഭ റിസൾട്ട് വന്നത്. ഏതാണ്ട് 85 സീറ്റോളം നേടി അവിടെ ADMK പ്രതിപക്ഷ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. വളരെ മുൻകാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ 10 സീറ്റ് താഴെ 1 സീറ്റൊക്കെ ആവുന്ന ഘടകങ്ങൾ ഉണ്ടായൊരു കക്ഷിയാന്ന് ഓർക്കണം. അതായത് ഒറ്റയടിക്ക് ആ ലാൻഡ് സ്ലൈഡ് എന്നുള്ളതിലേക്ക് എപ്പോഴും പോകുന്നില്ല. ലോക്സഭാ ഇലക്ഷൻ സമയത്ത് സ്ഥിതി വ്യത്യാസമാണ്. കേരളത്തിൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റിയില്ല. പക്ഷേ അതിന് ശേഷമുള്ള ലോക്സഭാ ഇലക്ഷനിൽ ഇവിടെ UDF വലിയ വിജയം നേടിയത്. ഇതിനോട് കമ്പയർ ചെയ്യാവുന്ന ഒരു രീതിയാണ് അവിടെയുള്ളത്. ഇവിടെ തമ്മിൽ വ്യത്യാസം എന്നാ വെച്ചാൽ, ജയസാധ്യതയുള്ള ഒരു പ്രബല മുന്നണിയിലെ അംഗമല്ല കേരളത്തിൽ BJP. തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, ഏറ്റവും ജയസാധ്യതയുള്ള മുന്നണിയിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ആ മുന്നണിയാണ് NDA. അത് അധികാരത്തിൽ വരാൻ സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിന് ഭരണവിരുദ്ധ വികാരം ഒരു പ്രധാന പ്രശ്നമാണ്. സ്റ്റാലിൻ്റെ അഴിമതി, അണ്ണാമലൈ പണ്ട് തന്നെ അത് തുറന്നു കാണിച്ചതാണ്. ജനങ്ങൾക്കറിയാം സ്റ്റാലിന് അഴിമതിയുണ്ട്. പിന്നെ പോലീസ് പ്രശ്നങ്ങൾ, ഗുണ്ടായിസം പോലുള്ള കാര്യങ്ങൾ, സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ. മുൻകാലങ്ങളിൽ ജയലളിതയുടെ കാലത്ത് അതൊക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ കുറഞ്ഞിരുന്നു, ഗുണ്ടാരാജ് കൺട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. അതൊക്കെ മാറി. ഗുണ്ടകൾക്ക് ഇപ്പോൾ കൺട്രോളില്ല. കാരണം പ്രധാനമായിട്ടും അനേകം ഗുണ്ടകൾ DMK മെമ്പേഴ്സാണ്, എല്ലാ പാർട്ടിയായിട്ട് അനുഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു ഫ്രീ ഹാൻഡ് ഉണ്ട്. അവരെ ജനതയുടെ കാലത്ത് പോലീസ് കൃത്യമായിട്ട് അവരെ അകത്തിടുമായിരുന്നു. ഇപ്പോൾ അത് പറ്റുന്നില്ല, അവരെ അഴിച്ചുവിട്ടേക്കാണ്. അപ്പോൾ ജനങ്ങൾക്ക് സുരക്ഷയുടെ പ്രശ്നമുണ്ട്. ഇതൊക്കെ കൂടായിട്ട് ചില മതപ്രശ്നങ്ങളുണ്ടായി. തിരുപ്പുറംകുன்றത്തുണ്ടായ വിഷയമൊക്കെ ഓർമ്മയില്ലേ? ഒരു ഹിന്ദു സമൂഹത്തെ മുഴുവനായിട്ട് പ്രകോപിപ്പിച്ചു, എന്നിട്ട് അതിൻ്റെ അതേ നയങ്ങൾ പിന്നെയും തുടരുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോൾ അത്ര എളുപ്പമല്ല DMKക്ക്. പിന്നെ ഒരു ന്യൂനപക്ഷ സമൂഹങ്ങളുടെ പിന്തുണ, ക്രിസ്ത്യൻ മുസ്ലിം പിന്തുണ, അത് DMKക്കുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഘടകകക്ഷിയായി. പക്ഷേ അതിൽ വലിയ കാര്യമില്ല. SDPI മുമ്പ് ADMKയുടെ ഘടകകക്ഷിയായതാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJP ADMK ഒരുമിച്ചായിരുന്നില്ല. SDP അപ്പം ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ DMKയുടെ ഒപ്പം നിന്നപ്പം SDP മറുകണ്ഠം ചാടി, അവർ ADMKയുടെ ഒപ്പം പോയി. എന്തിനാണ് SDP DMKയുടെ ഒപ്പം നിൽക്കുന്നത് ചോദിച്ചാൽ, അത് ഭരണത്തിൽ കയറാനോ പങ്കാളിയാവുന്നൊന്നുമല്ല. അവർക്കെതിരുള്ള പോലീസ് നടപടി ഉണ്ടാവരുത്. അവർ ഭീകരവാദികളാണ്, ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരാണ്. അതിന് അവിടെ പല കുഴപ്പങ്ങളുണ്ടാക്കുന്നവരാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് അവിടെ ആക്ഷൻ എടുക്കുമ്പോൾ തമിഴ്നാട് പോലീസ് അവരെ സഹായിക്കുന്നുണ്ടായിരുന്നു, ഇവർ ആൾക്കാരെയൊക്കെ പിടിക്കാനും ജയിലിടാനും ഒക്കെ. ഇതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അതിൽ നിന്ന് ഒഴിവാൻ വേണ്ടിയിട്ടാണ് അവരെങ്ങനെയും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട്, അധികാരത്തിലിരിക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കണമെന്ന് അവർ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പ്രശ്നമായിട്ട് വെച്ചേക്കുന്നത്. മറ്റാർക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലൊരു പ്രശ്നമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധനം, പോപ്പുലർ ഫ്രണ്ട് SDP തമ്മിൽ ബന്ധമുള്ളൂ. അപ്പോൾ അവർ ഒക്കെ ചങ്ങായിവർ തന്നെയാണല്ലോ. അപ്പം ഒന്നിൻ്റെ രാഷ്ട്രീയ മുഖം പോലെയാണ് മറ്റു പ്രവർത്തിക്കുന്നത്. അപ്പം രാഷ്ട്രീയ പാർട്ടി ആയാൽ അതിന് നിരോധനമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അത്തരം ഒരു പാർട്ടിക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ DMKയുടെ ഒപ്പം നിൽക്കുന്നു മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിനകത്ത് മറ്റൊരു നിരീക്ഷണം എനിക്ക് കിട്ടുന്നില്ല. പിന്നെ അവരുടെ വോട്ടുകൾ എത്ര എന്ന് ചോദിച്ചാൽ, തമിഴ്നാട്ടിലെ മുസ്ലിം വോട്ടുകൾ പല രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലായിട്ട് വിഭജിച്ച് കിടക്കുന്നതാണ്. അത് SDPയിലേക്ക് മുഴുവൻ മുസ്ലിം വോട്ടും അങ്ങനത്തെ സംവിധാനം ഇല്ല. മുസ്ലിം ലീഗുകാരുണ്ട് അവിടെ, DMKയിലും ADMKയിലും പ്രവർത്തിക്കാറുണ്ട്, കോൺഗ്രസ് ഉള്ളവരുണ്ട്. പല പാർട്ടികളായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ആകെ ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, DMKയുടെ മുന്നണി അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഒരുപക്ഷേ ഒരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായിന്ന് വരാം. പക്ഷേ ADMKയിലും മെമ്പേഴ്സായിട്ടുള്ള നിരവധി മുസ്ലിംസ് ഉണ്ട്. അവർക്ക് അവരുടെ പോക്കറ്റ്സിൽ അവരുടെ വോട്ടുകൾ അവിടെ തന്നെ കിട്ടുന്നുമുണ്ട്. BJP ബാന്ധവം പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ട്. മുസ്ലിം വനിതാ നേതാക്കൾ വരെ അവിടെ BJPയിലും ഉണ്ട്. പുരുഷ നേതാക്കളുണ്ട്, വനിതാ നേതാക്കളുണ്ട്. ഒരു മാറ്റമുണ്ട്. കേരളത്തിൽ തന്നെയും BJPയോടുള്ള മുസ്ലിമിൻ്റെ തൊട്ടുകൂടായൊക്കെ മാറിക്കഴിഞ്ഞു. നിരവധി പേര് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു 30 ദിവസത്താഴെയുള്ള അനേകം പേര് കേരളത്തിൽ BJP ആണ് വരേണ്ടത്, അത് വളർന്നു വരണം എന്ന് ചിന്തിച്ച് അതിന് വോട്ട് ചെയ്തവരുണ്ട്. ഇതേപോലെ തമിഴ്നാട്ടിലുണ്ട്. അവർ അണ്ണാമലൈ എന്നൊരു നേതാവ് വന്ന് അവിടെ ജനകീയമായി ജനങ്ങൾക്കിടെ പ്രവർത്തിച്ച് പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിച്ചു. 1.5% വോട്ട് ചെയ്യുന്ന അദ്ദേഹം 11% വോട്ടിലേക്ക് വർദ്ധിപ്പിച്ചു. അതിനകത്ത് ജാതി മത ഭേദമന്യേ എല്ലാവരും വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ഇത്തവണത്തെ ഇലക്ഷൻ പറയുമ്പം
ഒരാഴ്ചയില്ല 2 ആഴ്ച മുമ്പ് വരെ തമിഴ്നാട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് കൺഫ്യൂസിങ് ആയിരുന്നു. എങ്ങനെയെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല എന്നുള്ള. അതിൽ നിന്ന് മാറിയിട്ട് ADMKയുടെ മുന്നണി അഥവാ NDAക്ക് കൂടുതൽ സപ്പോർട്ടീവായിട്ട് തമിഴ്നാട് പൊളിറ്റിക്സ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NDA അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ പലർക്കും പെട്ടെന്ന് ദഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷൻ അസമും അതുപോലെ പോണ്ടിച്ചേരി ദെൻ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ഇത് 4ലും കേരള അടക്കം 5 സ്ഥലങ്ങളിലാണല്ലോ. പക്ഷേ 4ഇടത്തും BJP തേരോട്ടം ഉണ്ടാകാനുള്ള സാധ്യതയാണ്, അഥവാ NDA തേരോട്ടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അസം ഓൾറെഡി അവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും കൺഫേം ആണ്, ആ സ്റ്റേറ്റ് അങ്ങനെയാണ്. പശ്ചിമ ബംഗാൾ മാറാൻ പോകുന്നു. തമിഴ്നാട്ടിലെ ADMK അധികാരത്തിൽ വരുന്നെങ്കിൽ അവിടെ അത് NDA ആണ്, BJPയുടെ സഖ്യകക്ഷിയാണ്. പോണ്ടിച്ചേരിയിലെ കാര്യം ഓൾറെഡി കൺഫേം ആണ്. ലാൻഡ് സ്ലൈഡ് വിക്ടറി ഫോർ NDA എന്നുള്ളത് കൺഫേം ആണ് അവിടെ. അത് വേറൊരു മാറ്റമില്ല. അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ്, അവർ ഓൾറെഡി ആ ഭാഗത്താണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്നുള്ള അതുകൊണ്ടാണ് ഈ പോണ്ടിച്ചേരിയെക്കുറിച്ച് വലിയ സർവേ റിസൾട്ട് ഒന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നത്. അത് ഓൾറെഡി അത് അങ്ങനെയാണ്. പിന്നെ കേരളം മാത്രമാണ് അല്പം ഡിഫറൻ്റായിട്ട് നിൽക്കുന്നത്. കേരളത്തിൽ അധികം വൈകില്ല, മാറ്റം വരും. അടുത്ത തവണ BJP ഭരിക്കും കേരളം. ഇത്തവണ NDAക്ക് മുന്നേറ്റം ഉണ്ടാവും, സീറ്റുകൾ ലഭിക്കും, അടുത്ത തവണ ഭരിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അത് ക്ലീൻ ആയിട്ടുള്ള മാറ്റം ഇവിടെയും വരും. പക്ഷേ തമിഴ്നാട്ടിൽ കേരളത്തിനേക്കാൾ വലിയ മുന്നേറ്റം ഇത്തവണ ഉണ്ടാവും. ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. എത്ര സീറ്റ് വരെ NDAക്ക് ലഭിക്കാം, BJPക്കും NDAക്കും? അവിടെ കേവല ഭൂരിപക്ഷം കിട്ടാനുള്ള സീറ്റുകൾ അവിടെ കിട്ടും, ഇത് ഉറപ്പാണ്. അതായത് 130 സീറ്റ് റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം അപ്പോൾ BJP സീറ്റ് എത്രയായിരിക്കും? BJP സീറ്റ് എത്ര എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ BJP പിന്തുണയുള്ള കുറേയധികം പോക്കറ്റ്സ് ഉണ്ട്. അവിടെ എല്ലാം തന്നെ BJPക്ക് ന്യായമായ വിക്ടറി ഉണ്ടാകുന്നത് മാത്രമല്ല, പുതിയ പല സ്ഥലങ്ങളിലും BJPയുടെ ഈ മുൻകാലങ്ങളിൽ BJPക്ക് സാന്നിധ്യം കാണിക്കാനോ അല്ലെങ്കിൽ ജയിക്കാനോ പറ്റാണ്ടിരുന്ന പല സ്ഥലങ്ങളിലും, അതും തമിഴ്നാട്ടിൽ വ്യാപകമായിട്ട്. ഈ മധുര, കോയമ്പത്തൂർ തുടങ്ങിയ ചില കോയമ്പത്തൂർ പ്രത്യേകിച്ചും BJPയുടെ ശക്തി കേന്ദ്രമാണ്, വളരെ പണ്ടേ തന്നെ. പിന്നെ അവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് ADMKയുടെയും കൂടെ ശക്തി കേന്ദ്രമാണ്. അവിടെ ADMKയും BJPയും തമ്മിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല. കന്യാകുമാരിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു BJP പോക്കറ്റാണ്, അങ്ങനെയായിട്ട് മാറുകയാണ്. ഇതുപോലെ തന്നെ അതിർത്തിയിലുള്ള പല സ്ഥലങ്ങളുമുണ്ട്. പിന്നെ കുറച്ചുകൂടെ മധുരയിലൊക്കെ ഇനിയും കുറച്ചുകൂടെ മാറ്റം വരാനുണ്ട്. മധുരയിൽ പക്ഷേ ഇത്തവണ മാറ്റങ്ങൾ വരും. അവിടെ മുൻകാലങ്ങളിൽ വരാത്ത മാറ്റങ്ങൾ ഇത്തവണ മധുരയിൽ വരും. BJP രാമനാഥപുരം, രാമേശ്വരം മേഖലയുണ്ടല്ലോ, അവിടെ ഒരു പരിധിവരെ ചില ഡെമോഗ്രാഫി പ്രോബ്ലം കാരണമാണ് ഒരു പ്രസൻസ് പലപ്പോഴും കാണിക്കാൻ പറ്റുന്നത്. പക്ഷേ ജയിക്കുന്ന പോക്കറ്റുകൾ ജയിക്കാൻ പറ്റുന്നിടം പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിനുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ജനങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റം വരും. അണ്ണാമല ജനങ്ങളിലുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. BJP ആണ് നിങ്ങളുടെ അടുത്ത ഓപ്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് അനേകം പേരെ ബോധിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റി. ഇതിൻ്റെ പ്രതിഫലനം ഉറപ്പായിട്ടും ഈ ഇലക്ഷനിലുണ്ടാവും. ഇലക്ഷൻ്റെ തുടക്കത്തിൽ വിജയ് എന്നൊരാൾ വന്നപ്പം ആദ്യകാല സർവേ സൂചിപ്പിച്ചത് അത് NDAയുടെ ജയസാധ്യതകളെയാണ് അത് ഹനിക്കുന്നു എന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ 2 മുന്നണികളിൽ നിന്നും വിജയൻ്റെ ഒപ്പം ആൾക്കാർ പോകുമ്പോൾ ഒരു പരിധിവരെ ADMKയുടെ ഒത്തിരി വോട്ടേഴ്സ് ഒരു പുതിയ നടൻ, കാരണം ADMK എന്ന് വെച്ചാൽ ഒരു നടൻ വഴി ഉണ്ടായതാണ്. അതെ, ഇത് ഒരു വേറെ നടൻ വന്നപ്പം ഒരു പുതിയൊരു സ്റ്റാറായിട്ട് അദ്ദേഹത്തെ കാണുന്നു. കാരണം ADMKക്കകത്തിപ്പോൾ അങ്ങനെ ആരും ഇല്ലല്ലോ, പെട്ടെന്ന് അങ്ങനെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷേ എലക്ഷൻ പ്രൊസീജിയർ മുന്നോട്ട് പോകുന്നതോറും വിജയിൻ്റെ പിന്തുണ കുറഞ്ഞു വന്നേ. അദ്ദേഹത്തിനോടുള്ള പിന്തുണ കുറഞ്ഞു വരുമ്പം ADMKയുടെ കൂടി വരുമായിരുന്നു. ഇപ്പോൾ DMKയെക്കാളും ഗ്രാഫ് ഉയർന്നു, അങ്ങനെയായി. അത് പ്രത്യേകിച്ച് BJP സഖ്യം അതിന് വഴിവെക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അവിടെയുണ്ട്. മോഡി കൊടുക്കുന്ന ഉറപ്പുകൾ അവിടെയുണ്ട്. ശക്തമായൊരു നേതൃത്വം തമിഴ്നാട് BJPക്ക് ഉണ്ട് എന്നുള്ളത് അവിടെ കാരണമാണ്. ADMKയുടെ നേതൃത്വത്തിൽ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് എടപ്പാടി പളനിസ്വാമി മുകളിൽ വന്നിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം വന്നു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ജയലളിതയായിരുന്നു. അതിനുശേഷം ദീർഘകാലത്തേക്ക് ആ പോസ്റ്റ് ഒഴിഞ്ഞു കടന്നു. പിന്നെ എടപ്പാടി ഇതിലേക്ക് വന്നു. അത് ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരാൾ ADMKയിലുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത പവറുകളോട് കൂടിയിട്ടാണ് പാർട്ടിക്കകത്തിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിയിൽ ഐക്യം ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഇതിനൊക്കെ അപ്പുറം വേറെ 1-2 കാര്യമുണ്ട്. ഈയിടെ അജിത്തിൻ്റെ ഒരു ഫോട്ടോ പിടിച്ച് അദ്ദേഹം ഉയർത്തി കാണിച്ചുകൊണ്ട് എടപ്പാടി പളനിസ്വാമി ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അജിത്ത് ഫാൻസാണ് ഏറ്റവും കൂടുതൽ അവിടെ ഒരു നടന് ഫാൻസ് ഉള്ളത്. അപ്പം ഇത് ഈ വിജയ് ഉയർത്തിയ ഭീഷണിക്ക് പ്രതിവിധിയാണ്. എന്നാൽ അജിത്ത് രാഷ്ട്രീയത്തിൽ ഉണ്ടോ? ഇല്ല. ഈ ഒരു സിംഗിൾ സാധനം മതി. അജിത്ത് അതിനെ എതിർത്തിട്ടൊന്നുമില്ല. അവരൊറ്റ പിക്ചർ വെച്ചുകൊണ്ട് അജിത്ത് താര ഇദ്ദേഹത്തിനൊപ്പമാണ് ഞാൻ, മറ്റവനൊപ്പം അല്ല എന്നുള്ള ആ ഒരു പിക്ചർ കൊടുത്തത് തന്നെ വലിയൊരു പിന്തുണയാണ്. അതിനുശേഷം വലിയൊരു ചേഞ്ച് അവിടെ ഉണ്ടായി.
അതായത് അവിടെ ഒത്തിരി ഫാൻസ് ഉണ്ടല്ലോ ഓരോ നടന്മാർക്ക്. അതെ അതെ അജിത്തിന് ഭയങ്കര ഫാൻസാണ്. അജിത്തിനൊപ്പമാണ് എന്നൊരു പിക്ചറങ്ങ് കൊടുത്തേ ഉള്ളൂ. സഡനായിട്ടാണ് മാറ്റം വന്നത്. ഇങ്ങനെയുള്ള ചില ചില സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എടപ്പാടി പഴനിസ്വാമിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അദ്ദേഹത്തിന് പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. എവിടെ എങ്ങനെ വിച്ച് സൈഡ് ദ ബ്രെഡ് ടു ബി ബട്ടേഡ് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. റൊട്ടിയുടെ ഏത് വശത്ത് വെണ്ണ തേക്കണം എന്നറിയാവുന്ന നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററുമാണ് അദ്ദേഹം. നല്ലൊരു രാഷ്ട്രീയക്കാരനുമാണ്. അപ്പം ഹീ നോസ് ദ തിങ്സ് ഹൗ ടു ഹാൻഡിൽ. അങ്ങനെ കുറേ മാറ്റങ്ങൾ. അപ്പം പതിയെ പതിയെ വിജയിൻ്റെ ഒരു ഗ്രാഫ് താഴേക്ക് പോയി. ADMK മുകളിലേക്ക് വന്നു. അതിലും ഇതുപോലെ തന്നെ വേറൊരു കാര്യം, വാട്ട് ഈസ് ADMK പൊളിറ്റിക്സ് എന്ന് ചോദിച്ചാൽ ബേസിക്കലി തമിഴ്നാട്ടിലെ 2 പ്രബല ജാതികൾ ഒരുമിച്ച് നിന്നാണ് ഇതിൻ്റെ പൊളിറ്റിക്സ് നിലനിർത്തുന്നത്. ഒന്ന് കൊങ്കുനാട്ട് ഗൗണ്ടർ എന്ന് പറയും. അത് ആ മേഖല കോയമ്പത്തൂർ, സേലം, മഴനാട് മേഖല, കുങ്കുനാട് ഇങ്ങനെയുള്ള മേഖലകളിലെ ഒരു വലിയൊരു സമൂഹമാണ് ഗൗണ്ടർമാർ. അവരും മറവർ സമൂഹമുണ്ട്. അത് മധുരപ്രദേശത്ത് തെക്കോട്ടൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് അവർ. ഈ 2 ഗ്രൂപ്പും ഒരുമിച്ച് നിൽക്കുന്ന ആണ് ADMK ഐക്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻറ്റഗ്രിറ്റി അതാണ്. ഇപ്പോൾ എടപ്പാടി പഴനിസ്വാമി പോകുന്ന എല്ലായിടത്തും ദിനകരൻ എന്ന് പറയുന്ന നേതാവിനെ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട്. ഈ ദിനകരൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ മറവർ സമൂഹത്തെ. അയാൾക്ക് അവർക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്. ഇടക്കാലത്ത് ദിനകരനും ബന്ധുവായിട്ടുള്ള ശശികലയൊക്കെ ജയിലിൽ പോയ സമയമുണ്ട്. അന്നേരമാണ് ഈ പാർട്ടി താഴെ പോയതും അധികാരത്തിന് വെളിയിൽ പോയത്. അവരും തിരിച്ചു വന്നു. അവർക്കാണെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പനീർസെൽവമായിട്ട് നല്ല ഉടക്കായിരുന്നു. അതെ, പകയുണ്ട്. പനീർസെൽവം പാർട്ടിക്ക് വെളിയിൽ പോയി. അതോടുകൂടി ഇവരിപ്പോൾ ഒരുമിച്ച് DMK ഒപ്പം പോയി. അതൊരിക്കലും മറവർ സമൂഹം താല്പര്യപ്പെടുന്നില്ല. കാരണം എന്നും അവർക്കെതിരെ നിന്നൊരു പാർട്ടിയല്ലേ, അല്ലെ അവരുടെ നേതാക്കന്മാർക്കെതിരെ നിന്ന പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഈ മറവർ സമൂഹവും MGRൻ്റെ ഒപ്പം നിന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. പരമോന്നത നേതാവിനെതിരെ നിന്ന ആൾക്കാരുടെ ഒപ്പം ഇവരുടെ സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പോയത് അവർക്ക് താല്പര്യമില്ല. പകരം അവിടെ ദിനകരനെയാണ് അവർ ആ സ്ഥാനത്ത് കാണുന്നത്. പനീർസെൽവം പോയെങ്കിൽ പോട്ടെ, ദിനകരനുണ്ട്. ആ ദിനകരൻ അവിടെ ഉയർന്ന ഒരു സ്റ്റാറായിട്ട് വരികയാണ്. അപ്പം ഈ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ADMK തിരിച്ചുവരവ് മാത്രമല്ല, ദിനകരൻ വേറൊരു സ്റ്റാറായിട്ട് പൊങ്ങി വരുന്ന ഒരവസ്ഥ കൂടെ കണ്ടെന്ന് വരും. ഒരു പുതിയ താരോദയം ADMKക്കകത്ത്. അദ്ദേഹം കുറേ നാളെ പാർട്ടിക്ക് വെളിയിലായിരുന്നു. ഇപ്പോൾ അവർ തിരിച്ചു വന്നു. ആ തിരിച്ചുവരവ് അതിന് ഒരു ഇൻറ്റഗ്രിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ, അതായത് എടപ്പാടി പഴനിസ്വാമിയുടെ തന്ത്രങ്ങൾ, ഒപ്പം തന്നെ ഈ കാസ്റ്റ് സമവാക്യം കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഇൻറ്റഗ്രിറ്റി പാർട്ടി വരുത്തിയത്, പിന്നെ BJPയും PMK ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ പിന്തുണ, ഇത് മൂന്നും ചേർന്നാണ് എടപ്പാടിക്ക് സാധ്യതകൾ കൊടുക്കാൻ പോകുന്നത്. ഇതാണ് തമിഴ്നാടിൻ്റെ കറക്റ്റ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് പറഞ്ഞ ഇതാണ്. പിന്നെ സഖ്യപരമായിട്ട് DMK മോശം ഒന്നും പറയാൻ പറ്റില്ല. കാരണം DMKയുടെ ഒപ്പം കോൺഗ്രസ് ഉണ്ട്. അവർക്കൊരു അടിത്തറ അവിടെയുണ്ട്. അടിത്തറ ഇടതു പാർട്ടികളുണ്ട്. അവർക്ക് അടിത്തറയുള്ള മേഖലകളുണ്ട്. മധുര ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് അടിത്തറയുണ്ട്. ഇത് തിരുമാവളകൻ എന്ന് പറയുന്ന ദളിത് നേതാവിൻ്റെ പാർട്ടി ഇതിനകത്തുണ്ടെന്നുള്ളത് വേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതിനവിടെ ഒരു ശക്തിയുണ്ട്. പക്ഷേ ADMKയിലെ മറവർ ഗൗണ്ടർ വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും അവരുടെ മറ്റ് സഖ്യകക്ഷികളും ഒപ്പം ഉണ്ടെങ്കിൽ ഇതിനെ മറികടക്കാൻ പറ്റും. ശരിക്കും തമിഴ്നാട്ടിൽ DMKക്കാളും സംഘടനാപരമായിട്ട് ശക്തിയുള്ള ADMKക്കാണ്. സ്റ്റാലിൻ്റെ പാർട്ടിയേക്കാളും ശക്തി എടപ്പാടി പഴനിസ്വാമിയുടെ പാർട്ടിക്ക്, അതല്ലെങ്കിൽ ജയലളിത പാർട്ടിക്കാണ്. അവർക്കാണ് കൂടുതൽ അണികളുള്ളത്. പക്ഷേ ഈ 2 കാസ്റ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന നേതാക്കന്മാർ തമ്മിലടിച്ചാൽ ഇത് ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും, അധികാരത്തിന് വെളിയിൽ പോവുകയും ചെയ്യും. അത് മുമ്പ് 2 തവണ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അവരെ ആരാണോ ഒരുമിപ്പിച്ച് നിർത്തുന്നത് ആ നേതാവിനെ ഇത് നയിക്കാൻ പറ്റുള്ളൂ, വിജയത്തിലെത്തിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ആ കാസ്റ്റ് സമവാക്യങ്ങൾ അവിടെ സെറ്റായി. അത് ADMKയുടെ വിജയത്തിന് ഗുണം ചെയ്യും. മറ്റൊന്ന് ഇൻറ്റഗ്രിറ്റി, സംഘടനാപരമായിട്ടുള്ള ഇൻറ്റഗ്രിറ്റി യഥാർത്ഥത്തിൽ ബെറ്റർ ആയിട്ടുള്ളത് ADMKയിലാണ്. DMKക്കാളും കെട്ടുറപ്പ് ADMKക്കുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പാർട്ടിയുടെ ഉള്ളിൽ ഭാരവാഹികൾക്ക് സാലറി ഉണ്ട് ADMK. മറ്റതിനകത്തില്ല. അപ്പോൾ അവർ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ ജീവിതത്തിൽ മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല, പാർട്ടിക്ക് വേണ്ടി തന്നെ പണിയെടുക്കും. അങ്ങനെ ഒരിതുണ്ട്. എങ്കിൽ പോലും അതിനെയും ചിലപ്പോൾ ഭീഷണിയാണ് ഈ കാസ്റ്റ് സമവാക്യങ്ങൾ മാറുക എന്നുള്ളത്. അപ്പോൾ ഒരു വശത്ത് സംഘടനാപരമായിട്ടുള്ള ചട്ടക്കൂട് സ്ട്രോങ് ആയിട്ട് നിർത്തുക, 2 കാസ്റ്റ് സമവാക്യങ്ങളെ പരസ്പരപൂരമായിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് പോവുക, അവരെ 2 കൂട്ടർക്ക് തമ്മിൽ സ്പർദ്ധ ഉണ്ടാകാണ്ട് നോക്കുക, സഖ്യകക്ഷികളെ ഒരുമിപ്പിച്ച് നിർത്തുക. ഇത്രയും ചെയ്താൽ വളരെ കൃത്യമായിട്ട് ADMKയ്ക്ക് വേണ്ടി അധികാരത്തിൽ വരാൻ പറ്റും. അതാണ് തമിഴ്നാട്.